നമസ്കാരം. ക്രിസ്മസ് വെറുമൊരാഘോഷമല്ല, അതൊരനുഭൂതിയാണ്. എഡ്നർ ഫെർഡറുടെ വാക്കുകൾ. 2020 ജാനുവരിയിൽ ആരംഭിച്ച കൊറോണ വൈറസ് അരക്ഷിതാവസ്ഥ പല മാനസിക അവസ്ഥകളിലൂടെ നമ്മളെ നയിച്ച് ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്മസ് വരവായിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നതും പങ്കുവെക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സാഹോദര്യവും അതിലുപരി മനുഷ്യത്വവുമാണ്. അടിസ്ഥാനപരമായി ക്രിസ്മസ് ഒരു ക്രിസ്ത്യൻ ആഘോഷമാണെങ്കിൽ പോലും ലോകമെമ്പാടും ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ 2 ബില്യണോളം ജനങ്ങൾ ഈ വിശേഷ ദിവസം ഓരോ രാജ്യത്തിൻ്റെയും വൈവിധ്യങ്ങൾക്കനുസൃതമായി കൊണ്ടാടാറുണ്ട്. ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വികസനത്തിൻ്റെ ചിറകിലേറി പറക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ 3 സന്ദേശങ്ങളാണ്. 1. ഉണ്ണിയേശോ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ രാത്രി പൊന്നും മീരയും കുന്തിരിക്കയുമായി യേശുക്രിസ്തുവിനെ കാണാനെത്തിയത് 3 രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് യേശുവിലേക്കുള്ള വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയാകുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറുമെന്ന്. 2. ഈശയ്യാ പ്രവാചകനും ജെറമിയ പ്രവാചകനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ദൈവപുത്രൻ്റെ രാജാധിരാജൻ്റെ ജനനം സംഭവിച്ചത് മാളികയിലോ മഹാസൗധത്തിലോ അല്ല, മറിച്ച് കന്നുകാലികളുടെ ഒരു തൊഴുത്തിലാണ്. ഇതിലൂടെ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന വിലമതിക്കാനാകാത്ത ഒരു പാഠമുണ്ട്: എളിമയുള്ളവരായിരിക്കുക. തോമസ് മർട്ടൺ പറഞ്ഞതുപോലെ, അഹങ്കാരം നമ്മെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു. 3. എത്ര വലിയ ലക്ഷ്യങ്ങളോടെ നമ്മൾ ജീവിച്ചാലും എല്ലാ മനുഷ്യരും പ്രധാനമായി ആഗ്രഹിക്കുന്നത് എന്നും സമാധാനമുണ്ടാവുക എന്നാണ്. എങ്ങനെ ഈ സമാധാനം എന്നും കാത്തു സൂക്ഷിക്കാം എന്നതിനുള്ള ഒരു വഴി ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്കെന്നും നല്ല മനസ്സുള്ളവരായിരിക്കാം, സമാധാനം കൂടെ വന്നുകൊള്ളും. ബ്രിട്ടീഷ് അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ബോൾ ഹോപ്പിൻ്റെ ഒരു വാചകത്തോടെ ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന ആശയം പ്രാചീനമായും ആധുനികമായും വളരെ ലളിതമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് ക്രിസ്മസ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? മെരി ക്രിസ്മസ്. ആൻഡ് ബോബ് ഹോപ്പ് പറഞ്ഞതുപോലെ, ഡിസംബർ 25 മാത്രമല്ല, ഓരോ ദിവസവും നമുക്കൊരു ക്രിസ്മസ് ആക്കി മാറ്റാം. From everywhere, feeling the air. Oh, how they pound, raising the song. Oh, he lent it to tell in the tear. Get in the river, people say, so